പായം ശത്രുഘ്ന ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സമയം ഇപ്പോൾ ഏതാണ്ട് ഉച്ച 1 മണി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ക്ഷേത്ര നട തുറന്നിട്ടുണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും ഒന്ന് പോയി നോക്കാൻ തന്നെയാണ് തീരുമാനം. കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ ശ്രീരാമക്ഷേത്രം കൂത്തുറമ്പിനടുത്ത് നീർവേലിയിലാണ്. ഭരത ക്ഷേത്രമുള്ളത് എളയാവൂരിലാണ്. ലക്ഷ്മണ ക്ഷേത്രം കുരുവച്ചാലിനടുത്ത് പെരിഞ്ചേരിയിലാണുള്ളത്. ശത്രുഘ്ന ക്ഷേത്രമുള്ളത് ഇരിട്ടിക്കടുത്ത് പായം എന്ന സ്ഥലത്താണ്. പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ദശരഥപുത്രനും ശ്രീരാമ സഹോദരനുമായ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇരിട്ടിയിൽ നിന്ന് പയഞ്ചേരിമുക്ക് വഴി പേരാവൂർ റോഡിലൂടെ 1 കിലോമീറ്ററോളം പോയാൽ ജബ്ബാർ കടവ് പാലത്തിലെത്താം. പാലം കടന്ന് 2.4 കിലോമീറ്റർ ദൂരം പോയാലാണ് ഈ ക്ഷേത്രത്തിലെത്തുക. പച്ചപ്പ് നിറഞ്ഞ ഒരു തനി നാടൻ മലയോര ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് മുൻവശത്തായി അതിവിശാലമായ പാടം കാണാം. ഇവിടെ വാഴയും കപ്പയുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ നാലമ്പലങ്ങളും ഈ അടുത്ത കാലത്തായി നല്ല പ്രസിദ്ധി നേടി വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, അയൽ ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഏറെ ശ്രേഷ്ഠകരമാണെന്നാണ് കരുതിപ്പോരുന്നത്. ക്ഷേത്രം പ്രൗഢഗംഭീരമായി പുതുക്കിപ്പണിതിട്ടുണ്ട്. ചെങ്കല്ലിൽ നിർമ്മിച്ച ചുമരുകൾ പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. പ്രദക്ഷിണ വഴിയും മുറ്റവുമെല്ലാം കരിങ്കല്ല് പാകിയിരിക്കുന്നു. പ്രഭാത പൂജയ്ക്ക് മാത്രമേ ഇവിടെ നട തുറക്കുകയുള്ളൂ. വൈകുന്നേരം പൂജ ഇല്ല. അതുകൊണ്ട് തന്നെ നട തുറക്കുകയുമില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരവും പൂജയുണ്ടാവും. രാമായണ മാസത്തിൽ ഇവിടെ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുക. ഇവിടെ എത്തുന്നവർക്കായി ഇരിപ്പിട സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചക്രസമർപ്പണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട്. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അംശാവതാരമാണ് ശത്രുഘ്നൻ. ചക്രസമർപ്പണത്തിന് പ്രാധാന്യം വരാൻ ഇതാണ് കാരണം. ചക്രസമർപ്പണം ചെയ്യുന്ന രീതി ഇവിടുത്തെ ബോർഡിൽ വിശദമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. താലത്തിൽ പുഷ്പവും മഞ്ഞപ്പട്ടും വെച്ച് ലഭിക്കുന്ന ചക്രം ഭക്തിയോടെ ഏറ്റുവാങ്ങണം. പിന്നീട് രാമനാമം ജപിച്ചുകൊണ്ട് തിരുനടയിലുള്ള സോപാനപ്പടിയിൽ കയറി നിൽക്കണം. മനസ്സിൽ അഭീഷ്ട സിദ്ധിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താലം തിരുനടയിൽ സമർപ്പിക്കണം. ക്ഷേത്രത്തിലെ ആചാര്യൻ ഭക്തന്റെ പേരും നക്ഷത്രവും ചൊല്ലിക്കൊണ്ട് മന്ത്രോച്ചാരണത്തോടെ നെയ്യ് വെള്ളിവിളക്കിൽ പകരുന്നു. ഇതിനുശേഷം ചക്രം ഭഗവാന് സമർപ്പിക്കുന്നു. പ്രധാന ശ്രീകോവിലിന് പുറത്തായി ഉപദേവനായി വനശാസ്താവ് കുടികൊള്ളുന്നു. എള്ളുതിരി സമർപ്പണമാണ് ധർമ്മശാസ്താവിനുള്ള പ്രധാന വഴിപാട്. ശനിദോഷങ്ങൾ തീർക്കാൻ ഇത് ഏറെ വിശേഷപ്പെട്ടതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.